പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പെഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അതിശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിപ്പം കേണൽ RJ നായർ കൂടി ചേരുന്നുണ്ട് തത്സമയം. ശ്രീ RJ നായർ, നമസ്കാരം, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ഇന്ന് രാജ്യം കശ്മീർ മുതൽ ഒരു മോക്ക് ഡ്രില്ലൊക്കെ നടത്താൻ കാത്തിരുന്ന ഒരു ദിവസമാണ്. അങ്ങനെ നിർദ്ദേശമൊക്കെ നൽകിയിരുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ അഭ്യാസം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഈ പോർ വിമാനങ്ങൾ അർദ്ധരാത്രി പോലും ഈ നിലത്തേക്കിറക്കി രാജ്യം പരീക്ഷണങ്ങൾ, വ്യോമസേന പരീക്ഷണങ്ങൾ നടന്നിരുന്നു. അപ്പോൾ മുതൽ തന്നെ തിരക്കിട്ട നീക്കങ്ങൾ വ്യക്തമായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ വരെ കണ്ട ശാന്തത ഈ ഒരു കൊടുങ്കാറ്റിന് വേണ്ടിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് കിടനിൽക്കുന്ന രാജ്യമല്ല. പാകിസ്ഥാൻ വിറച്ചുകൊണ്ടിരുന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ഒരു ആഴ്ച. ഈ സംഭവം ഉണ്ടായി 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് മോഡിജി, നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു അപ്രഹെൻഷൻ അല്ലെങ്കിൽ ആ ഭീതി അവരെ വല്ലാണ്ട് വലച്ചിരുന്നു. അതിനുത്തരമായിട്ടാണ് ഇന്നലെ സംഭവം നടന്നിരിക്കുന്നത്, അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയുടെ ശക്തിയും പാകിസ്ഥാൻ്റെ ശക്തിയും താരതമ്യപ്പെടുത്താനൊക്കില്ല. അവരുടെ ഒരു മാലപ്പടക്കമോ അല്ലെങ്കിൽ ദീപാവലിക്ക് പടക്കം എറിയുമ്പോൾ അല്ല ഭാരതം ഇന്ന് മിസൈൽ ഉണ്ടാക്കുന്നുണ്ട്, ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, വിമാനവാഹിനി കപ്പൽ വരെ ഉണ്ടാക്കി. ഈ ഭാരതത്തിലൂടെ അവർ കയറി ചൊറിഞ്ഞാൽ അവർക്കിത് കിട്ടുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. പാകിസ്ഥാൻ കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ നട്ടല് പൊട്ടിക്കും. ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ഒരു ഭാഗം ഒരു പക്ഷേ നമ്മൾ തിരിച്ചു പിടിച്ചാൽ തന്നെയും അതിശയിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ സംഭവിച്ചേക്കാം. ലോകരാജ്യങ്ങളെല്ലാം ഭാരതത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ചൈന ഒഴിച്ച് റഷ്യ പറഞ്ഞു ഇന്ത്യയുടെ സപ്പോർട്ടാണെന്ന്. ചൈന മാത്രം ഇൻ പ്രിൻസിപ്പിൾ പാകിസ്ഥാന് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ചൈന ഇറങ്ങി കളിക്കില്ല. കാരണം ചൈനയ്ക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂവിൽ ഇൻവോൾവ് ആകാനുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. അവിടെ ആകെപ്പാടെ അവിടെ ചെറുപ്പക്കാർ തന്നെ ഇല്ല യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് ചൈന ഒരു യുദ്ധത്തിന് തുനിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ തലയുടെ കൈ അവരുടേതായി മാത്രമായിരിക്കും, വേറെ ആരും അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും കേണൽ, കാരണം ഇപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ തുർക്കിയുടെ മാത്രം ഒരു പിന്തുണയാണ് പൂർണ്ണമായിട്ടും പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരും, അല്ലെങ്കിൽ ഒരു യുദ്ധ ഭീതിയൊക്കെ നിലനിൽക്കുന്നു, അങ്ങനെ കണക്കാക്കേണ്ടി വരുമോ കേണൽ? കുട്ടി, നിങ്ങൾ പറയും പോലെ യെസ് എന്നോ നോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ മാറ്റർ ഓഫ് സർപ്രൈസും പ്രിൻസിപ്പിൾസ് ഓഫ് വാർ അനുസരിച്ചാണ് യുദ്ധം പോകുന്നത്. അല്ല നിങ്ങളുടെ ചാനലുകാരിരുന്ന് ഇപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അത് ചെയ്യുമോ ഇത് ചെയ്യുമെന്ന് പറയണം, അങ്ങനെയല്ല യുദ്ധം നടക്കുന്നത്. ദർ ഇസ് എ പ്രിൻസിപ്പിൾസ് ഓഫ് വാർ. ആസ് പെർ ദാറ്റ് appropriately where it is to be hit, they will hit. There are generals down below from a Naik, Havaldar, Subadar, Naib Subadar, Captain, Major, Colonel, Brigadier, അങ്ങനെ ലെവലുണ്ട്. അവർ ഓരോ ലെവലിലും ഒരു ഫങ്ഷൻ ആവുകയാണ്. അത് വളരെ വെൽ ട്രെയിൻഡ് ഇന്ത്യൻ ആർമിയാണ്, വാർ ടെസ്റ്റഡ് ഇന്ത്യൻ ആർമിയാണ്. 1965 അവർക്ക് നല്ല അടി കൊടുത്തു. 71 അവർ രണ്ടായിട്ട് വിഭജിച്ചു 2 രാജ്യമാക്കി മാറ്റി. ഇന്ത്യക്ക് അത്രയും കോൺഫിഡൻസ് കയ്യിലുണ്ട്. ഇന്ന് നമ്മൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ തിരുവനന്തപുരത്താണ് ഉണ്ടാക്കുന്നത്, അറിയാമല്ലോ. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അവർക്ക് അതിൻ്റെ ചൂട് അനുഭവപ്പെട്ട് വേണം. അതാണ് നിങ്ങൾ എന്നെ വന്നിട്ട് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. പറയൂ, ചോദിക്കൂ, സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം. ശ്രീ RJ നായർ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഇന്ത്യൻ ആവനാടിയിലുള്ള കേണൽ RJ നായർ ഓക്കെ, ക്ഷമിക്കണം കേണൽ RJ നായർ. അപ്പോൾ ഈ ഇന്ത്യൻ ആവനാഴിയിൽ എത്രത്തോളം ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയാത്തവരല്ല പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇന്ത്യയെ ഡയറക്റ്റ് ഇനി ഒരു അറ്റാക്കിങ്ങിനെ ശ്രമിക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം നിൽക്കുന്നത്. കാരണം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സേനയ്ക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഈ കഴിഞ്ഞ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഈ രാജ്യത്ത് ചർച്ചകളും കൂടിയാലോചനകളൊക്കെ നടത്തുന്ന ഒരു സമയത്ത്. അപ്പോൾ ഈ നിലവിലെ നീക്കങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഇനി എന്ത് വേണം മനസ്സിലാക്കി, ഇനി എന്തായിരിക്കും ഈ സേനയുടെ പുതിയ നീക്കങ്ങൾ? ഞാനത് പ്രവചിക്കുന്നത് ശരിയല്ല,
പ്രവചിക്കാൻ പറ്റത്തുമില്ല. കാരണം ദർ ഇസ് എ മാറ്റർ ഓഫ് സർപ്രൈസ് ഇൻ എവറി ആക്ഷൻ ഗോയിങ് ടു ടേക്ക് പ്ലേസ്. ഇനി ഉണ്ടാകാൻ പോണ കാര്യങ്ങൾക്ക് ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. അതിൽ കയറി മുറത്തിൽ കയറി കൊത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. കേണൽ, ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സേനാ വിന്യാസങ്ങളാണ്. ഇപ്പോൾ ഈ ഇന്ത്യയുടെ തന്നെ ഈ എല്ലാ അതിർത്തികളിലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കശ്മീരിലാണെങ്കിൽ തന്നെ ഈ വിമാനത്താവളങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അവിടെ സ്കൂളുകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യം കനത്ത ജാഗ്രതയിലേക്ക് പോകുമ്പോൾ ഈ വ്യോമസേനയും നാവികസേനയും കരസേനയും 3 സേനകളും ഈ ഒരു ഘട്ടത്തിൽ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് എന്ന് വേണ്ടി നമ്മൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ആണ് നമ്മുടെ സർവ്വസൈന്യാധിപൻ, അതായത് 3 സേനയുടെയും കൂടെ ഉള്ള ഒരു ചീഫ്, ആർമി ചീഫ് എല്ലാവരും പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി സേനാധിപന്മാർക്ക് സ്വാതന്ത്ര്യമായി ആക്ട് ചെയ്യാനുള്ള അനുമതി നൽകിയത്. ഇപ്പോൾ എന്താണ്, നമ്മുടെ ഷിപ്പും നമ്മുടെ എയർക്രാഫ്റ്റ്സും എല്ലാം സന്നദ്ധമായിരിക്കുകയാണ്. പിന്നെ എവിടെ ചെയ്യുമെന്നുള്ളത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡീറ്റെയിൽസ്, അതായത് ഓപ്പറേഷണൽ സീക്രട്സ് ആണ് അതൊക്കെ. അത് സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടണത്, അയ്യോ ഇത് സംഭവിച്ചല്ലോ എന്ന്. അതിനുമുമ്പ് ഞാനോ നിങ്ങളോ ഇരുന്ന് പ്രവചിക്കുക അസാധ്യമാണ്, ശരിയുമല്ല. ശരി, ഈ കേണൽ, ഒരു കാര്യം കൂടി. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്താണെങ്കിലും പാകിസ്ഥാൻ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നയതന്ത്ര തിരിച്ചടി നൽകി ഈ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും ഈ തകർത്തെറിയുകയായിരുന്നു നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിചാരിച്ചതും ഒരുപക്ഷെ ഈ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം അത് ഈ നയതന്ത്ര തലത്തിൽ മാത്രം ഒതുങ്ങുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ പൂർണ്ണമായും, പാകിസ്ഥാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് 71-ന് ശേഷം ആദ്യമായി ഇന്ത്യ പാക് മണ്ണിൽ ഒരു ആക്രമണം നടത്തി എന്ന് പോലും നമുക്കിതിനെ വിശേഷിപ്പിക്കാം, അല്ലേ? ശരിയാണ്, സംശയമില്ലാത്ത കാര്യം. ഇതിനകത്ത് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ അവൻ്റെ വെള്ളത്തിനെ നിർത്തി. അത് കഴിഞ്ഞ് നമുക്ക് സ്ട്രാറ്റജിക്കായിട്ട് പിന്നെ ഓരോ രാജ്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് റഷ്യ അടക്കം സപ്പോർട്ട് വന്നു നമുക്ക്. അത് നിസ്സാര കാര്യമില്ല. അതുമാത്രമല്ല, ചൈന അവർക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന ഒന്നും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകാൻ പോകുന്നില്ല. അവൻ മനസ്സിലാക്കണം. അവൻ്റെ ഒളിത്താവളങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ എവിടെ നിന്നാണോ അവർ വന്ന് പഹൽഗാമിൽ അറ്റാക്ക് ചെയ്തത്, അതുപോലെ അവർ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അടിച്ചു ഇപ്പോൾ. അപ്പോൾ അവർക്ക് കുറുക്കി കൊണ്ട അറ്റാക്കായിരുന്നു നടത്തിയത്. കൊള്ളേണ്ടടുത്ത് കൊണ്ടു. ഇനി അവന് എക്കണോമി ആയാലും അവൻ്റെ സ്ട്രാറ്റജി ആയാലും അവൻ്റെ മെറ്റീരിയൽ ആയാലും അവൻ ഭാരതമായിട്ട് താരതമ്യപ്പെടുത്താനൊന്നും രാജ്യമല്ല. മറ്റുള്ളവരുടെ പിച്ച കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. പറയത്തക്ക വലിയ ഇൻഡസ്ട്രി ഒന്നും അവിടെ ഇല്ല. ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ല അവർക്ക് ഇന്ത്യയുടെ അത്ര. എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇൻറ്റേർണലായിട്ട് ബലൂചിസ്ഥാൻ ഇപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി, മാഡം പേര് മറന്നുപോയി, ആ മാഡം തന്നെ പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രമാകാൻ പോവുകയാണെന്ന്. പിന്നെ ഓക്യുപ്പൈഡ് കാശ്മീർ, അവർ നമ്മളെ പിടിച്ച കാശ്മീർ ഒരു പക്ഷേ ഇത് ഒരു കാരണമാക്കി നമ്മൾ തിരിച്ചു പിടിച്ചെന്ന് വരാം. ഒരവസരമാണ്, സുവർണാവസരമാണ് ഭാരതത്തിന്. അറിയില്ല എന്താണ് നമ്മുടെ സൈന്യവും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു ചാനലിൽ പറഞ്ഞ കാര്യമാണ്. ഇത് നല്ല സുവർണാവസരമാണ്. ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ സ്ഥലമാണ്, നമ്മൾ തിരിച്ചു പിടിച്ചെന്ന് വരാം. ഓക്കെ, വളരെയധികം നന്ദി കേണൽ. നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ പ്രതികരിച്ച അങ്ങയുടെ ഈ വാക്കുകൾ ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് വളരെയധികം നന്ദി.